സൂറത്തുൽ ഫാത്തിഹ വല്ലാത്തൊരു അത്ഭുതമാണല്ലേ. സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് ഈ ഒരു അമല് നിങ്ങൾ വെറും വയറ്റിൽ ചെയ്താൽ, വെറും വയറ്റിൽ ഈ അമൽ സൂറത്തുൽ ഫാത്തിഹ മുൻനിർത്തി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ ക്യാൻസർ പോലും അള്ളാഹു മാറ്റിത്തരും. എത്ര വലിയ വേദനകൾ നിങ്ങളിലുണ്ടെങ്കിലും അള്ളാഹു ശിഫയാക്കി തരും, ഉറപ്പാണ്. അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ പഠിപ്പിച്ച കാര്യമാണ്. അതേതാണെന്ന് പഠിക്കണം. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമന്റ് ചെയ്യുക. നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിന്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സങ്കടങ്ങളൊക്കെ അവൻ തീർത്തു തരട്ടെ. ഒരുപാട് ദുആ വസിയത്തുകൾ പലരും പറയാറുണ്ട് അല്ലേ. പ്രത്യേകിച്ച് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസാണ് കടന്നു വരുന്നത്, തിങ്കളാഴ്ച രാവാണ്. ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളുടെ ഒക്കെ ബറക്കത്തുകൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ സമാധാനം നൽകണേ റഹ്മാനെ. സൂറത്തുൽ ഫാത്തിഹയുടെ ഒരുപാട് മഹത്വങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കേൾക്കുന്ന ഒരുപാട് ആളുകൾ രോഗികളാണ് അല്ലേ. ക്യാൻസർ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കിഡ്നി സംബന്ധമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ഹൃദയ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ഹൃദ്രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അങ്ങനെ തുടങ്ങി പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. കൈവേദന, കാലുവേദന, നടുവേദന, വയറുവേദന. ട്രീറ്റ്മെന്റ് നിങ്ങൾ ചെയ്തോളൂ. കൃത്യമായി ട്രീറ്റ്മെന്റ് ചെയ്യുന്നതോടൊപ്പം നമ്മൾ ഇന്ന് സൂറത്തുൽ ഫാത്തിഹയുടെ കിടിലൻ ഒരു അമല് പഠിക്കാൻ. ഈ അമലൊന്ന് ചെയ്തു നോക്കൂ. ഉറച്ച വിശ്വാസത്തോടെ, ഉറച്ച ബോധ്യത്തോടെ ചെയ്യണം. സൂറത്തുൽ ഫാത്തിഹ നമുക്ക് അന്യമല്ല അല്ലേ. അഹ്ലുസുന്നയുടെ വക്താക്കളായ സുന്നികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം സൂറത്തുൽ ഫാത്തിഹ ഇല്ലാത്തൊരു പരിപാടിയില്ല. എന്ത് പരിപാടിക്ക് പോകുമ്പോഴും അൽ ഫാത്തിഹ, കട തുറക്കുമ്പോഴും അൽ ഫാത്തിഹ അല്ലേ, കല്യാണം നടക്കുമ്പോഴും അൽ ഫാത്തിഹ. അപ്പോഴാണ് കുറച്ച് മനുഷ്യന്മാരിങ്ങനെ എഴുന്നേറ്റ് പോകണം. അൽ ഫാത്തിഹ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് കുറെ ആളുകൾക്ക് എഴുന്നേറ്റ് ഇങ്ങനെ പോണത് കാണാം അല്ലേ. എന്തേ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ അൽ ഫാത്തിഹ വിളിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ എണീറ്റ് പോണത്? അത് മനസ്സിലാവണില്ല അല്ലേ. ഫാത്തിഹയോട് എന്തിനാണ് മക്കളെ നിങ്ങൾക്ക് ഇത്ര വെറുപ്പ്? പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മനോഹരമായ അധ്യായമല്ലേ സൂറത്തുൽ ഫാത്തിഹ. ആ ഫാത്തിഹയോട് പോലും വെറുപ്പുള്ള മനുഷ്യന്മാര്. സൂറത്തുൽ ഫാത്തിഹ അല്ലേ, ഇലാ ഹദ്റത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ എന്നവിടെ ഉസ്താദ് വിളിച്ചു പറയുമ്പോൾ കുറേ മനുഷ്യന്മാർ പൊടി തട്ടിപ്പോ. സ്വന്തം വാപ്പ മരിച്ച് മുമ്പിൽ കിടക്കണ്, അൽ ഫാത്തിഹ വിളിക്കുമ്പോൾ ഫാത്തിഹ പോലും ഓതാതെ കയ്യും കെട്ടി അന്യമതസ്ഥരെ പോലെ ഇങ്ങനെ മാറി നിൽക്കുന്ന മക്കൾ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ അങ്ങനെ ആക്കല്ലല്ലാ. അഹ്ലുസുന്നയുടെ വക്താക്കൾക്ക് സൂറത്തുൽ ഫാത്തിഹ വളരെയധികം പരിചിതമാണ്. ഇപ്പൊ ഇബ്ലീസ് പറയുന്നുണ്ടല്ലോ, ഇബ്ലീസ് അവന്റെ അനുയായികളോട് പറയത്രേ, ഇദ്ഹബു മക്കളെ നിങ്ങൾ പോ, നിങ്ങൾ ഫജ്തഹിദു, നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെടണം കേട്ടോ. ഈ പണിയെടുക്കുന്നതൊക്കെ നന്നായി കഷ്ടപ്പെടണം. ആര് പറയും? ഇബ്ലീസ് പറയും. എന്നിട്ടോ ഹത്താ ലാ യഖറഉ ഹാദിഹി സൂറ, അവന്മാരുടെ ഹൃദയത്തിൽ ഇങ്ങനെ വസ്വാസം ഉണ്ടാക്കിയിട്ട് കുഴപ്പമുണ്ടാക്കിയിട്ട് ഈ സൂറത്ത് അവന്മാരെ കൊണ്ട് ഓദിപ്പിക്കരുത് എന്ന് ആര് പറയും? ഇബ്ലീസ് പറയും. ആരോട്? ഇബ്ലീസിന്റെ കൊച്ചുമക്കളായ ശൈത്താന്മാരോട് പറയും. അപ്പൊ ഈ ശൈത്താന്മാർ അവിടെ ഈ സദസ്സിൽ വന്നിരുന്ന് ഈ വഹാബികളുടെ പുത്തൻവാദികളുടെ മനസ്സിൽ ഇങ്ങനെ പതിയെ കുത്തിത്തിരിപ്പുണ്ടാക്കും. അപ്പൊ എന്ത് ചെയ്യും? ഈ സൂറത്ത് ഓതാൻ സമ്മതിക്കാതെ അവരുടെ കൽബിനെ അവിടെ നിന്ന് മാറ്റും. ചിലപ്പോൾ മനുഷ്യരെ തന്നെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചുകൊണ്ട് പോകും. ഇബ്ലീസിന്റെ പണിയാണിത്, ശൈത്താന്റെ പണിയാണിത്. ഈ ഫാത്തിഹമാർ അധികം ഓതാൻ പാടില്ലാന്നേ. ഫാത്തിഹയുടെ ഓത്തവന്മാർ അധികരിപ്പിക്കരുത്. ഇബ്ലീസ് കൊടുക്കുന്ന നിർദ്ദേശം. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കിയേ, നമ്മളെല്ലായിടത്തും ഫാത്തിഹ. ഏതെങ്കിലുമൊക്കെ പുത്തൻവാദി ഹജ്ജിന് പോണതിന് മുമ്പ് ഫാത്തിഹ ചെയ്ത് വരക്കോ? ഇല്ല. മരിച്ച വീട്ടിൽ ഫാത്തിഹ ഓതും? ഇല്ല. മരണപ്പെട്ട മനുഷ്യന് വേണ്ടി ഫാത്തിഹ ചെയ്ത് വരക്കോ? ഇല്ല. കല്യാണ വീട്ടിൽ ഫാത്തിഹ ഓതും? ഇല്ല. എന്നിട്ട് ഖുർആന്റെ അഹ്ലുകാരാന്ന് പറയും ചെയ്യുക. ഖുർആൻ ഇട്ടൊരു ബന്ധമില്ല. ഏതൊരു മലയാള പുസ്തകത്തിൽ ആരൊക്കെയോ മലയാളത്തിൽ എഴുതി വെച്ചതിനെ പിൻപറ്റി ഇങ്ങനെ നടക്കുക. ഖുർആനായിട്ട് എന്ത് ബന്ധമായിരിക്കും? അള്ളാഹുവിന്റെ കലാം, ആ കലാമിലെ പരിശുദ്ധമായ അധ്യായം സൂറത്തുൽ ഫാത്തിഹ. ലാ യകൂനു ലഹും അജ്റുൻ വലാ സവാബ്, ഇവന്മാർക്ക് ഒരു കൂലിയും കിട്ടരുത്, ഒരു പ്രതിഫലവും കിട്ടരുത്. ആര് പറയും? ഈ സൂറത്തുൽ ഫാത്തിഹ ഒരുപാട് ഓതാൻ അവന്മാരെ സമ്മതിക്കരുത് ശൈത്താന്മാരെ. ഇബ്ലീസ് മക്കളോട് പറയാന്ന്, ഇവന്മാർക്ക് അതുകൊണ്ടൊരു കൂലിയൊന്നും കിട്ടരുത്. മാത്രമല്ല ബൽ യകൂനു ലഹും അദാബും വഇഖാബ്, അവന്മാർക്ക് നല്ല കിടലൻ അദാബ് കിട്ടണം, ശക്തമായ ശിക്ഷയും അള്ളാഹുവിന്റെ കോപവും അവർക്ക് കിട്ടട്ടെ. അതാണ് എനിക്കിഷ്ടമെന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറയുമത്രേ. ഫാത്തിഹ വല്ലാത്തൊരു സംഗതി തന്നെ കേട്ടോ, അത്ഭുതമാണ്. നമ്മൾ ഫാത്തിഹ കൊണ്ട് മന്ത്രിക്കാമെന്നതിനൊക്കെ ഒരുപാട് തെളിവ് പറഞ്ഞതാണ്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു അമല് പറഞ്ഞു തരാൻ. അത്ഭുതം നിറഞ്ഞ സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ പരിശുദ്ധമായി ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മന്ത്രിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. സ്വഹാബത്ത് മന്ത്രിച്ചിട്ട് വിഷമിറങ്ങിപ്പോകുന്ന സംഭവമൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ.
ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് മലക്കുകളുടെ സാന്നിധ്യത്തിലാണ് സൂറത്തുൽ ഫാത്തിഹ ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്. ആ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് മനോഹരമായ 2 അമലുകൾ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാണ്. സ്വാലിഹീങ്ങളായ ആരിഫ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, മൻ കാന ബിഹി മറദുൻ, ഒരാൾക്കൊരു രോഗമുണ്ട്, അത് ക്യാൻസർ ആകട്ടെ, പനിയാകട്ടെ, പ്രയാസങ്ങളാകട്ടെ, എന്ത് രോഗമായിക്കോട്ടെ, ഒരു രോഗം അയാൾക്കുണ്ട്, സൂറത്തുൽ ഫാത്തിഹ 7 മർറാത്ത്. അയാൾ എന്ത് ചെയ്യണം? ഒരു ശുദ്ധമായ വെള്ളം ഒരു ഗ്ലാസ്സിൽ എടുക്കുക, പച്ചവെള്ളം മതി, ശുദ്ധമായ പച്ചവെള്ളം ഒരു ഗ്ലാസ്സിൽ എടുത്തിട്ട് അതിൽ 7 തവണ സൂറത്തുൽ ഫാത്തിഹ ഓതി ഇശ്ഫി എന്ന് മന്ത്രിക്കുക. എത്ര തവണ? 7 തവണ സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിക്കുക. ആയത്തുൽ കുർസി 7 മർറാത്ത്, 7 തവണ ആയത്തുൽ കുർസി ഓതി മന്ത്രിക്കുക. ഫാത്തിഹയ്ക്ക് ശേഷം ആയത്തുൽ കുർസി. വൽ മുഅവ്വിദതൈൻ, മുഅവ്വിദതൈൻ അതായത് സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും 71 തവണ ഓതി മന്ത്രിക്കുക. അപ്പോൾ ഫലക്ക് 71 തവണ, സൂറത്തുൽ നാസ് 71 തവണ. എന്നിട്ട് ഇത് വെറും വയറ്റിൽ കുടിക്കുക. രാവിലെ എഴുന്നേറ്റ ഉടനെ കുടിക്കുന്ന വെള്ളം, ആദ്യത്തെ വെള്ളം ഇതാകണം. ഫഹാദിഹി അഖല്ലുമായ ഫഅലുഹ, ഇത് ഏറ്റവും ചുരുങ്ങിയത് 3 ദിവസം ചെയ്യണം. 3 ദിവസം ചെയ്യാൻ പാടുള്ളൂ എന്നല്ല, 3 ദിവസമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ചെയ്യണം എന്നാണ്. 7 ദിവസമാകാം, 11 ആകാം. മനസ്സിലാവുന്നുണ്ടോ? 3 ദിവസമെങ്കിലും ചുരുങ്ങിയത് ചെയ്താലാണ് ഇതിന്റെ ഫലം നമുക്ക് ആസ്വദിക്കാൻ പറ്റുക എന്നുള്ളത്. 3 ദിവസം ഞാൻ ചെയ്യുള്ളൂ എന്നുള്ള വാശിയൊന്നും വേണ്ട, നിരന്തരം ചെയ്തോളൂ. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, വെറും വയറ്റിലല്ലേ, ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, സൂറത്തുൽ ഫാത്തിഹ 7 തവണ ഓതി മന്ത്രിക്കുക, ആയത്തുൽ കുർസി 7 തവണ, സൂറത്തുൽ ഫലക്ക് 71 തവണ, സൂറത്തുൽ നാസ് 71 തവണ ഇശ്ഫി എന്ന് മന്ത്രിച്ചിട്ട് വെറും വയറ്റിൽ അത് കുടിക്കുക. ഒന്നുകിൽ രോഗി തന്നെ ചെയ്യലാണ് ഏറ്റവും നല്ലത്, രോഗിക്ക് പറ്റുന്നില്ലേ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ആകാം. മനസ്സിലാകുന്നുണ്ടോ? സൂറത്തുൽ ഫാത്തിഹ വല്ലാത്തൊരു സംഭവമാണെന്നേ. വഖാലൽ ആരിഫൂന ബില്ലാഹ്, അള്ളാഹുവിനെ അറിഞ്ഞ, അള്ളാഹുവിന്റെ മാരിഫത്ത് കിട്ടിയ മഹാന്മാർ പറയുന്നുണ്ട്, ഫാത്തിഹത്തുൽ കിതാബ് ഫിഹ അൽഫു ഖാസിയത്തിൻ ലാഹിറ വ അൽഫു ഖാസിയത്തിൻ ബാത്തിന. സൂറത്തുൽ ഫാത്തിഹക്ക് 1000 പ്രത്യക്ഷമായ രഹസ്യങ്ങളുണ്ട്, 1000 പരോക്ഷമായ രഹസ്യങ്ങളുണ്ട് എന്നാണ്. സുബ്ഹാനക യാ റബ്ബ്, വല്ലാത്ത രഹസ്യങ്ങളാണ് ഫാത്തിഹയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഒരാൾക്ക് മാരിഫത്ത് ലഭിച്ചാൽ, അള്ളാഹിനെ ഒരാൾക്ക് അറിയാൻ പറ്റിയാൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് ഒരാളുടെ കൽബിൽ കിട്ടിയാൽ, മാരിഫത്ത് കിട്ടിയാൽ, അവന് സൂറത്തുൽ ഫാത്തിഹയുടെ 1000 രഹസ്യങ്ങൾ അള്ളാഹു തുറന്നു കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, നമുക്കൊക്കെ അത് എന്നാ കിട്ടുക? നമ്മൾ അള്ളാഹിനെ അറിഞ്ഞോ? നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചോ? നമ്മൾ എന്തിനാ ഭൂമിയിലേക്ക് അള്ളാഹ് അയച്ചത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റൊത്തരേ ഉള്ളൂ, നമ്മൾ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി. നമ്മൾ ആയത്തോതും ഇല്ലേ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, പടച്ചോനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹ് ഈ ഭൂമിയിലേക്ക് പടച്ചയച്ചത് എന്നാണ്. എന്നാൽ അങ്ങനെ മാത്രമല്ല, ഭൂമിയിലെല്ലാം അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നുണ്ട്. ഈ മൈക്ക് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നുണ്ട്, ഈ സ്പെക്സ് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നുണ്ട്, അചേതന വസ്തുക്കൾ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, ചെടികൾ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, എല്ലാം അള്ളാഹുവിനെ വണങ്ങുന്നുണ്ട്. സുബ്ബൂഹൻ ഇല്ല, എല്ലാവരും തസ്ബീഹ് ചെയ്യുന്നുണ്ട്, എല്ലാം തസ്ബീഹ് ചെയ്യുന്നുണ്ട്. സുബ്ഹാനക യാ റബ്ബ്. അപ്പൊ പിന്നെ നമ്മൾ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ അതിലെന്തോ ഒരു അങ്ങനെ ഇബാദത്ത് ചെയ്യാൻ ഇത്രയും അധികം അചേതന വസ്തുക്കൾ പോലും ഉണ്ടായിരിക്കുക, പിന്നെ നമ്മളെന്തിനാ? അപ്പൊ അവിടെ ആരിഫ്യങ്ങൾ അർത്ഥം പറഞ്ഞു തന്നു, ഇല്ലാലി ആരിഫൂനി, എന്നെ അറിഞ്ഞു വണങ്ങാൻ വേണ്ടിയിട്ട്, എൻ്റെ മഅരിഫത്ത് കിട്ടി ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നെ തിരിച്ചറിഞ്ഞ് ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യന്മാർക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള സംഗതി. ആ തിരിച്ചറിയാതെ പോയതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും തകർന്നു പോണത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ അള്ളാഹിനെ തിരിച്ചറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹയുടെ 1000 രഹസ്യങ്ങൾ കൽബിലേക്ക് തുറക്കപ്പെടുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. സ്വഹാബത്ത് അങ്ങനെയല്ല, എന്തിനും ഇതിനും ഫാത്തിഹ. ഞാൻ ഒന്ന് പറഞ്ഞതിലേക്ക്, സ്വഹാബത്ത് ഒരാൾക്ക് കാലിൽ ഒരു ഗ്രാമമൊക്കെ കാലിൽ തേള് കടിച്ചപ്പോൾ അല്ലെങ്കിൽ പാമ്പ് കൊത്തിയപ്പോൾ എന്ത് ചെയ്തു? സൂറത്തുൽ ഫാത്തിഹ ഓതി. ആ വിഷം താനിറങ്ങിപ്പോന്നു. ഓതുന്ന നാവ് മാരിഫത്തിന്റെ നാവ് ആകണം. അള്ളാഹു നമുക്ക് അങ്ങനെയുള്ളതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരമലും കൂടെ ഞാൻ പറഞ്ഞുതരാം. പ്രയാസങ്ങൾ, രോഗങ്ങളൊക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, ക്യാൻസർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ആ പറഞ്ഞ അമല് ചെയ്യുക. അതോടൊപ്പം ഈ കാര്യം കൂടെ ചെയ്യണം. ഇത് അക്കുച്ചിബത് ഫീ ഇനാഇൻ, ഒരു പാത്രത്തിൽ നിങ്ങൾ എഴുതുക. ഒരു വെള്ളപ്പാത്രം, വേറെ അതിലൊന്നും വർക്കുകളോ പ്രിന്റുകളോ ഒന്നും ഇല്ലാത്ത, ചിത്രപ്പണികളൊന്നും ഇല്ലാത്ത നല്ല പ്ലെയിനായ പാത്രം. അതിലെന്ത് ചെയ്യുക? ശുദ്ധമായ മഷി കൊണ്ട് എഴുതുക, കുടിക്കാൻ പറ്റിയ മഷി. അത് കുങ്കുമം കയ്യിലുണ്ടെങ്കിൽ കുങ്കുമം ഒന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ഇത്തിരി വെള്ളം ചേർത്ത് കലക്കിയിട്ട് അതുകൊണ്ട് എഴുതാം. അല്ലെങ്കിൽ ശുദ്ധമായ പനിനീര്, കുടിക്കാൻ പറ്റുന്ന എഡിബിളായ പനിനീര്, നല്ല പനിനീര് കിട്ടും. കേവലം നമ്മുടെ കടയിലിരിക്കണ ഈ മുഖത്ത് തേക്കുന്ന പനിനീരൊക്കെ മേടിച്ച് കുടിക്കാൻ നിൽക്കരുത്. നല്ല എഡിബിളായ പനിനീര്, ഒറിജിനൽ പനിനീര് കിട്ടും. അതുകൊണ്ട് എഴുതാം. എഴുത്ത് സൂറത്തുൽ ഫാത്തിഹ അഊദു മുതൽ ആമീൻ വരെ എഴുതുക. അതാണ് അതിൻ്റെ ഒരു അദബ് എന്ന് പറയുന്നത്, മര്യാദ അതാണ്. ഫാത്തിഹ അഊദു മുതൽ ആമീൻ വരെ എഴുതുക. എന്നിട്ട് മുഹയ്യത്ത്, എന്നിട്ട് അത് മായ്ക്കപ്പെടുകയും ചെയ്ത് ആ മനുഷ്യൻ കുടിച്ചാൽ, ഇതിങ്ങനെ ഡെയിലി കുടിക്കാം. അതേത് സമയത്തായിക്കോട്ടെ, രാത്രി ആയാലും കുഴപ്പമില്ല, രാവിലെ. ഇത് രണ്ടും പ്രഭാതത്തിൽ വെറും വയറ്റിൽ ചെയ്യൽ വളരെ നല്ലതാട്ടോ.
അപ്പം ഇത് ഒരു മനുഷ്യന് ഇതിങ്ങനെ പതിവാക്കി കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ചുരുങ്ങിയത് 3 ദിവസം, ഇതിങ്ങനെ പതിവാക്കി കഴിഞ്ഞാൽ ഏത് രോഗമാണെങ്കിലും അള്ളാഹു ശിഫയാക്കി തരും. ക്യാൻസർ ആകട്ടെ, ട്യൂമർ ആകട്ടെ, അള്ളാഹു അത്തരം മാരക രോഗങ്ങൾ തന്ന് പരീക്ഷിക്കാതിരിക്കട്ടെ. അള്ളാഹുവെ, അങ്ങനെയുള്ള കാര്യങ്ങൾ താങ്ങാനുള്ള ഈമാനൊന്നും ഞങ്ങൾക്കില്ലല്ലാ. താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ നീ നൽകല്ല റഹ്മാനെ. അതുപോലെ തന്നെ പലരും കൈകാല് വേദന, വയറുവേദന, സന്ധിവേദന, ഒരുപാട് വേദനകളുണ്ട്. മരുന്നുകളൊക്കെ കഴിക്കുന്നതോടൊപ്പം ഈ ആത്മീയമായ വഴിയും കൂടെ ഒന്ന് പരീക്ഷിച്ചു നോക്ക്. കേവല പരീക്ഷണമല്ല, ഇത് ഉറച്ച ബോധ്യത്തോടുകൂടെ ചെയ്യൂ. നിങ്ങളുടെ വേദനകൾ അള്ളാഹു ശിഫയാക്കി തരും. പരിശുദ്ധമായ ദുൽഹജ്ജ് മാസമല്ലേ, അള്ളാഹ് ബഹുമാനിച്ച മാസമല്ലേ. അപ്പോൾ ഈ മാസത്തിൽ എൻ്റെ റബ്ബ് എന്നോടൊപ്പം ഉണ്ടാകും. എൻ്റെ റബ്ബ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിമിഷങ്ങളിൽ ഞാൻ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന സൂറത്ത് ഓതി ഈ അമല് ചെയ്യുമ്പോൾ അള്ളാഹ് എന്നെ ചേർത്ത് പിടിക്കും എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ അങ്ങ് ചെയ്തോ. നിങ്ങളുടെ പ്രയാസം അള്ളാഹ് മാറ്റിത്തരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത് നിങ്ങൾ ഇന്നിപ്പോൾ വെറും വയറ്റിലാണ് സ്വഭാവം ലേറി കഴിഞ്ഞിട്ടിരിക്കുന്നതെങ്കിൽ ഇന്നിപ്പോൾ അതങ്ങനെ അങ്ങോട്ട് തുടങ്ങിക്കോ. ലൈഫ് മാറും, വേദനകൾ മാറും ഇൻഷാ അല്ലാഹ്. അങ്ങനെ മാറിയത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുകയും വേണം കേട്ടോ. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചു, ഖസീദത്തുൽ ബുർദയുടെ രചയിതാവ് ആരാണ്? എല്ലാവരും കമൻറ്റ് ചെയ്തു. ഇമാമുൽ ബൂസ്വരി റളിയല്ലാഹു അൻഹു മുഴുവൻ പേര് പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചോദ്യം സിമ്പിളാണ്. 1000 രൂപ സമ്മാനത്തിനുള്ള ഇന്നത്തെ ചോദ്യം, ഇമാം ബൂസ്വരി റളിയല്ലാഹു അൻഹുവിൻ്റെ മറ്റ് മദ്ഹ് കാവ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ പേരെഴുതുക. ബുർദയല്ലാത്ത മറ്റ് മദ്ഹ് കാവ്യങ്ങൾ ഏതൊക്കെയാണുള്ളത്, അതിൽ ഒരെണ്ണത്തിൻ്റെ പേരെഴുതുക. അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ കൃത്യം 7:15 തിങ്കളാഴ്ച രാവിലെ മജ്ലിസ് ഉണ്ട്, എല്ലാവരും പങ്കെടുക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. നീ ഹായിബാക്കല്ലേ അല്ലാ. ഫാത്തിഹയെ ആസ്വദിക്കാൻ, ഫാത്തിഹയുടെ രഹസ്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നത്ര മഅരിഫത്തുള്ളവരിലേക്ക് നീ ഞങ്ങളെ ഉയർത്തണയല്ല. അവരുടെ പിന്നാലെ നടക്കാൻ തൗഫീക്ക് നൽകണയല്ല. കൽബ് നന്നാക്കണയല്ല. തഖ്വ നൽകണയല്ല. നിന്നോടുള്ള മഹബ്ബത്ത് നൽകണയല്ല. മക്കളെ നേർവഴിയിലാക്കണയല്ല. അസുഖബാധിതർ ധാരാളമുണ്ട്. സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് അസുഖങ്ങൾക്കെല്ലാം ശമനം നൽകണേ തമ്പുരാനെ. യാ റബ്ബനാ, ഞങ്ങളുടെ തൊഴിലുകളിൽ, കച്ചവടങ്ങളിൽ ബറക്കത്ത് ചെയ്യണയല്ല. കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല. പെട്ടെന്ന് മരിപ്പിക്കല്ലയല്ല. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്കെല്ലാം നീ പടച്ചവനെ മഗ്ഫിറത്തും റഹ്മത്തും നൽകണയല്ല. മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരുണ്ട്, ഖബറിൽ സന്തോഷം നൽകണയല്ല. ജീവിച്ചിരിക്കുന്ന പ്രായം ചെന്ന് ഒരുപാട് ഉമ്മമാർ ഈ സദസ്സ് വീക്ഷിക്കുന്നവരുണ്ട്. എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് ജന്നാത്തുൻ നഈമിൽ ഒരുമിപ്പിക്കണയല്ല. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.